ഒന്നും അനുടിക്കുന്ന കിട്ടൂല. നമുക്ക് പിന്നെ കാണാം. നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ പരിപാടിക്ക് വന്നതാണ് കേട്ടോ. എല്ലാം തൃപ്തനാണ്, സംതൃപ്തിയിലാണ്. ഇത്രയും ഒരു നല്ല തൃപ്തി എനിക്ക് വേറെ ഇതുവരെ ഞങ്ങളുടെ യുവതയാണ്. അവരാരും മതങ്ങളെ കുറിച്ച് കളിക്കാറില്ല. അവരാരും ഇന്ന സഭക്കാരാണെന്ന് പറയാറില്ല. അതുകൊണ്ട് മലങ്കര സഭയ്ക്ക് കരുത്തുറ്റ നേതാക്കന്മാർ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. ഈ ചെണ്ടയിൽ എത്ര അടിച്ചാലും കഴിവതും നല്ല സ്വരം പുറപ്പെടുവിക്കും. ഒരു മാർഗമില്ലാതെ വരുമ്പോൾ സ്വരം മാറുവാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മാത്രം ഓർമ്മിക്കും. ഇത് കോൺഗ്രസിനുള്ള മുന്നറിയിപ്പാണ്. 2019 ജൂലൈ മാസത്തിൽ തിരുവനന്തപുരത്ത് KSU യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ പരിപാടിയാണ് ഓർമ്മയിലെ വേദി. സമീപത്തെ ദിലീപിന്റെ ചായക്കടയിൽ ഖദർദാരികളെല്ലാം കഴിച്ചത് 5000 രൂപയിലധികം ചായയും കടിയും. പൈസ ചോദിച്ചപ്പോൾ അണ്ണൻ തരുമെന്ന് ഓരോ സംഘവും കൈചൂണ്ടി പറയും. ഒടുവിൽ പൈസ കിട്ടാതായപ്പോൾ ചായക്കടക്കാരൻ ദിലീപ് വലഞ്ഞ് കടപൂട്ടി പോകേണ്ടി വന്നു. ഇത് ഓർമ്മയിൽ വന്നത് ഇപ്പോഴത്തെ കോൺഗ്രസ് പുനഃസംഘടനയിലെ ജംബോ പട്ടികയും അതിലെ പൊട്ടിത്തെറികളും കാണുമ്പോഴാണ്. നിന്നവനും പോയവനും ഒക്കെ സ്ഥാനങ്ങൾ നൽകി. മുതിർന്ന നേതാവ് ചൂണ്ടിക്കാണിച്ച അണ്ണന്മാർക്കൊക്കെ പദവി. വഴിയരികിലിരുന്നവർ പോലും ലിസ്റ്റിൽ കടന്നുകൂടി. എന്നിട്ടും അടിയോടടി. തൻ്റെ നോമിനിയെ ഉൾപ്പെടുത്താത്തതിൽ കോൺഗ്രസിൽ പ്രതിഷേധം നയിക്കില്ലെന്ന് ജാഥ ക്യാപ്റ്റൻ കൂടിയായ നേതാവ് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ കൂടി ഉൾപ്പെടുത്താമെന്ന വാഗ്ദാനത്തിൽ പിണക്കം മാറ്റി തട്ടിൽ കയറ്റി. ഇതിനിടെ മറ്റൊരു കാര്യം കൂടി ഒന്ന് പറയാം. പന്തളത്ത് കോൺഗ്രസിൻ്റെ അല്പം മുമ്പ് നടന്നൊരു പരിപാടിയിൽ ഒഴിഞ്ഞ കസേരകൾ കാട്ടിയതിന് കൈരളി വാർത്താ സംഘത്തെ ആക്രമിച്ചു. അല്ലയോ കോൺഗ്രസ്സുകാരെ, മുണ്ടുപറിക്കലും തെരുവിലെ ഗുണ്ടായുസവും കൈരളി ന്യൂസിനോട് വേണ്ട. ഇതിലും വലിയ വിരട്ടൽ ലാടാത്തവരാണ് ഞങ്ങൾ. അത് ഞങ്ങളുടെ ഭൂതകാലം തെളിയിച്ചിട്ടുണ്ട്. പിന്നോട്ട് പരുതിയാൽ നിങ്ങൾക്ക് കാണാം. വെണ്ണ ശരീരവും ഉടയാത്ത ശുഭ്രവസ്ത്രവുമല്ല ഞങ്ങളുടെ മനശരീരങ്ങൾ. മണ്ണിലെ മാധ്യമപ്രവർത്തന പരിചയത്തിൻ്റെ പന്ഥാവാണ് കൈരളിയുടെ കരുത്ത്. ഖദർക്കാറ്റിൽ അത് ആടിയുലയില്ല. ഇനി നമുക്ക് വീണ്ടും കോൺഗ്രസ് പുനഃസംഘടനയും അതിലെ തമ്മിലടിയും എങ്ങോട്ടാണെന്ന് നോക്കാം. നമുക്ക് ചർച്ച ചെയ്യാം. ന്യൂസ് ആൻഡ് ന്യൂസ്. ആദ്യം അതിഥികളെ പരിചയപ്പെടാം. M. ജയചന്ദ്രൻ, ഇടത് നിരീക്ഷകൻ. B. റജി, കോൺഗ്രസ് സഹയാത്രികൻ. ഒപ്പം A. സജീവൻ, മാധ്യമപ്രവർത്തകൻ. ആദ്യം ശ്രീ B. റജിയിലേക്ക്. ശ്രീ B. റജി, കോൺഗ്രസിൻ്റെ പുനഃസംഘടനയിൽ വലിയ തൃപ്തിയാണ്, ഇതുപോലൊരു സംതൃപ്തി തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന പരിഹാസമാണ് മുൻ KPCC പ്രസിഡന്റ് പറഞ്ഞത്. അതിലെല്ലാം ഉണ്ട്. B. റജി, കേൾക്കാമോ? റജി, K. സുധാകരൻ പറഞ്ഞത് ഇതുപോലൊരു സംതൃപ്തി തനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് ഈ പുനഃസംഘടനയെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? നോക്കാം, കാണാം. ഓക്കെ, പറയൂ. ഹലോ, കേൾക്കാം റജി. നോക്കൂ, ഒരു കേഡർ പാർട്ടിയും ഒരു ബഹുജന അടിത്തറയിൽ പ്രവർത്തിക്കുന്ന ജനാധിപത്യ പാർട്ടികളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിൽ ഒന്ന്, ജനാധിപത്യ പാർട്ടികളിൽ അഭിപ്രായ പ്രകടനം നടത്തുവാനുള്ള അനുവാദവുമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. എന്നാൽ കേഡർ പാർട്ടികളിൽ അത്തരത്തിലുള്ള അനുമതി ഇല്ലാത്തതുകൊണ്ട് അതിലെ അഭിപ്രായങ്ങളൊക്കെ പാർട്ടി വേദികളിൽ അവർ അനുഭവിച്ച് മനസ്സിനുള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ചെയ്യുക. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ ഏതാണ്ട് 35 ലക്ഷം പാർട്ടി അംഗങ്ങളാണ് കേരളത്തിനുള്ളത്. അവരെ സംബന്ധിച്ച് അതിന്റെ നേതാക്കന്മാരെ പുതിയ ഒരു നിരയെ പുതിയ കാലഘട്ടത്തെ സാഹചര്യത്തെ നേരിടുവാൻ വേണ്ടി രൂപീകരിക്കുമ്പോൾ, ഒരു നവ ഊർജം നൽകുവാൻ വേണ്ടി രൂപീകരിക്കുമ്പോൾ ആ പദവികൾ ആഗ്രഹിച്ചിരുന്ന, കാരണം ധാരാളം പേർ ആ പദവികൾക്ക് അർഹരായവരുണ്ട്, കഴിവും യോഗ്യതയുമുള്ളവരുണ്ട്. പക്ഷെ അവരെ തെരഞ്ഞെടുക്കുമ്പോൾ ചിലർക്കൊക്കെ ചില നീരസങ്ങൾ ഉണ്ടാവാം. അതൊക്കെ തന്നെ
പറയുന്നതിനുള്ള സ്വാതന്ത്ര്യവും കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ സംബന്ധിച്ചുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ മുതിർന്ന നേതാക്കന്മാർ പലപ്പോഴും ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പൊതുവെ പറയാറ്. അതിനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അത് കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു പ്രശ്നമാണ് എന്ന് കരുതി രാഷ്ട്രീയ എതിരാളികൾ ഊതിപ്പിടിപ്പിക്കുന്നതിൽ ഒരു കഥയുമില്ല. കാരണം കോൺഗ്രസിന്റെ ശക്തി, അതിന്റെ ഊർജം, അതിന്റെ കെട്ടുറപ്പ് എല്ലാം തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും അഭിപ്രായ പ്രകടനത്തിലും ഒക്കെ തന്നെ ഊന്നി നിന്നുകൊണ്ടുള്ളതാണ്. അതിൽ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നേതാക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഇതെല്ലാം കോൺഗ്രസിന്റെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയോ അഭിപ്രായ വ്യത്യാസങ്ങളോ പുതുമയുള്ളതല്ല. എക്കാലത്തും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഇവരുടെ ഈ പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കാണിക്കാനാണോ റജി? എന്തിനാണ് ഇവർ? ശരി, നിങ്ങളുടെ പാർട്ടി ജനാധിപത്യ പാർട്ടി, അതിനകത്ത് ഒരുപാട് കോൺഫ്ലിക്റ്റുകളുണ്ട്, ഞാനത് സൂചിപ്പിക്കുന്നില്ല ഇപ്പോൾ. കാരണം ജനാധിപത്യ പാർട്ടിയിൽ ഒരു പുനഃസംഘടന നടന്നിട്ട് കാലം എത്രയായി, ഇപ്പോഴാണ് ഒരു പുനഃസംഘടനയുള്ള ശ്രമം, അതിൻ്റെ അടിയാണ് കാണുന്നത്. പോട്ടെ, അതൊക്കെ നിൽക്കട്ടെ. കേഡർ പാർട്ടിയുമായി നിങ്ങൾ താരതമ്യവും ചെയ്യേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെ പറയാം. ഇങ്ങനെ അഭിപ്രായ പ്രകടനങ്ങൾ പരസ്യമായി നടത്താനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ്സിലുണ്ട് എന്നാണ് വെപ്പ്. സെമി കേഡർ പാർട്ടി എന്നായിരുന്നു കെ സുധാകരൻ പറഞ്ഞു വന്നത്, അത് പോയി, പൊളിഞ്ഞു, ഓക്കെ. ഇനി ഞാൻ ചോദിക്കുന്നത്, ഇവർ ഈ അഭിപ്രായ പ്രകടനം നടത്തുന്നു, ഇത് ചുമ്മാ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കാട്ടാനാണോ ഈ അഭിപ്രായ പ്രകടനം? അവരുടെ ഹലോ കേൾക്കാം റജി, കേൾക്കാം. ഹലോ, പറയൂ റജി, കേൾക്കാം. നോക്കൂ, ആ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് നീരസങ്ങൾ ചിലപ്പോ മനുഷ്യരല്ലേ, അവരുടെ മാനുഷികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ചില പ്രകടനങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷെ അതൊന്നും കോൺഗ്രസിന്റെ കെട്ടുറപ്പിനെയോ കോൺഗ്രസിനോടുള്ള അവരുടെ കമ്മിറ്റ്മെന്റിനെയോ ഒരു രീതിയിലും ബാധിക്കുന്നതല്ല. എല്ലാ കാലഘട്ടത്തിലും പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുമെന്ന് പറഞ്ഞു. ഒടുവിൽ അദ്ദേഹത്തിന്റെ നോമിനിയെ കൂടി ഉൾപ്പെടുത്താമെന്ന് പറയുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ കാര്യം. അത് നിങ്ങളുടെ സംഘടനാ പ്രശ്നങ്ങളെ ബാധിക്കുന്നതല്ലേ? അബിൻ വർക്കി പരസ്യമായി മതമാണോ പ്രശ്നം, എൻ്റെ മതമാണോ പ്രശ്നം എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പറയുന്നു, തന്നെ ചവിട്ടി പുറത്താക്കിയതുപോലെ അബിൻ വർക്കിയും പുറത്താക്കിയെന്ന് പറയുന്നു. അത് സംഘടനാപരമായ പ്രശ്നങ്ങൾ ബാധിക്കാത്തതാണോ? മാത്രമല്ല, ഇപ്പോൾ ഓർത്തഡോക്സ് സഭ പറഞ്ഞിരിക്കുന്നു, അബിനെയും ചാണ്ടി ഉമ്മനെയും ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടി, ഓർത്തഡോക്സ് സഭയെ നിരന്തരം ഇങ്ങനെ തഴയുന്ന നടപടി, അത് ശരിയല്ല. അങ്ങനെ എപ്പോഴും കൊട്ടുമ്പോൾ നല്ല സൗണ്ട് വരുന്ന ചെണ്ട മാത്രമല്ല ഓർത്തഡോക്സ് സഭ എന്ന താക്കീത് കോൺഗ്രസ്സിന് എയ്യുന്നു. അത് നിങ്ങളുടെ സംഘടനയെയും പ്രവർത്തനത്തെയും ബാധിക്കില്ലേ? ഒരു തരത്തിലും ബാധിക്കില്ല. കാരണം ഇത് നോക്കൂ, ഇതിൽ വളരെ പ്രകടമായ ഒരു വ്യത്യാസം മനസ്സിലാക്കൂ. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ മതേതര നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർക്കും അതിന്റെ സമുന്നതരായിട്ടുള്ള നേതൃനിരയിലുള്ളവർക്കും അഭിപ്രായ പ്രകടനം നടത്താം. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാളിതുവരെ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും അതിന്റെ മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും ഒക്കെ ഓർത്തഡോക്സ് സഭാവിഭാഗം LDFന്, അതായത് പ്രത്യേകിച്ച് CPM കട്ട സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ കോൺഗ്രസിന്റെ നേതൃനിരയിലെ ഒരു മാറ്റത്തെ സംബന്ധിച്ച് ഒരു അഭിപ്രായ പ്രകടനം നടത്തുക എന്ന് പറഞ്ഞാൽ കൺക്ലൂഡ് ചെയ്യാൻ കഴിയുന്നത് അവരുടെ നിലപാട് കോൺഗ്രസിന് അനുകൂലമായി മാറിയും അവരുടെ കാര്യം വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ വരുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നങ്ങളാണ്. VD സതീശൻ കഴിഞ്ഞ ദിവസം അതൃപ്തി രേഖപ്പെടുത്തി. ഇന്ന് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം രോഷാകുലനായി പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ കെ സുധാകരൻ പറയുന്നു, ഓർത്തഡോക്സ് സഭ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? മാത്രമല്ല, നിങ്ങളുടെ ജാഥ ക്യാപ്റ്റൻ മാറിയതും പിന്നീട് ആ നോമിനിയെ ഉൾപ്പെടുത്താമെന്ന് പറയുമ്പോൾ പിന്നീട് ആ ജാഥ ക്യാപ്റ്റന് എത്താമെന്ന് സമ്മതിക്കുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അസംതൃപ്തിയാണ് മുതിർന്ന നേതാക്കന്മാർക്ക്. അത് ഇത്രയും വലിയ ജംബോ പട്ടിക തയ്യാറാക്കിയിട്ടും. നോക്കൂ, അങ്ങേക്ക് തന്നെ അറിയില്ലേ, കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ നീരസങ്ങളുടെ പ്രകടനമോ പുതുമയുള്ള കാര്യങ്ങളാണോ? പക്ഷെ അവരെല്ലാം കോൺഗ്രസിന്റെ സമ്പൂർണ്ണമായിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന കമ്മിറ്റഡ് ആയിട്ടുള്ള നേതാക്കന്മാരാണ്. അവരുടെ നീരസം ഒരുപക്ഷെ അവർ പരസ്യമായി പ്രകടിപ്പിച്ചെന്നിരിക്കും. പക്ഷെ അതൊന്നും കോൺഗ്രസ് എന്ന മഹാസംവിധാനത്തിന്റെ 35 ലക്ഷം അംഗങ്ങളുള്ള ഒരു പാർട്ടിയുടെ കെട്ടുറപ്പിനെ ഒരു രീതിയിലും ബാധിക്കില്ല. ഇപ്പൊ ഇവിടെ തന്നെ ഓർത്തഡോക്സ് സഭ കോൺഗ്രസിനെ വളരെ താല്പര്യത്തോടെ നോക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം LDFന് അവർ നൽകിയ സപ്പോർട്ടിൽ നിന്ന് മാറി കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു നയ സമീപനം അവർ സ്വീകരിച്ചു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണെന്ന് കൂടി നമ്മൾ ഇവിടെ കരുതേണ്ടിയിരിക്കുന്നു. അബിൻ വർക്കിയെയും ചാണ്ടി ഉമ്മനെയും ഒഴിവാക്കുന്നു, ഓർത്തഡോക്സ് സഭയെ നിരന്തരം ഒഴിവാക്കുന്നു ജാതിയുടെയും മതത്തിന്റെയും പേരിൽ. ഇവരാരും ജാതിയും മതവും പറയുന്നവരല്ല, എന്നിട്ടും അവരെ ഒഴിവാക്കുന്നു എന്നാണ് ഓർത്തഡോക്സ് സഭ പറഞ്ഞത്. അതെങ്ങനെയാണ് കോൺഗ്രസിന് അനുകൂലമാകുന്നത്? പ്രതികൂലമല്ലേ റജി?
അബിൻ വർക്കിക്ക് AICC നേതൃത്വം ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ ദേശീയ തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കുവാൻ ഒരു അവസരം നൽകുകയാണ്. അത് കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ സന്തോഷമില്ല. അബിന് മനസ്സിലായി അത് പണിയാണ്. അബിൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോരാളിയായി ഇവിടെ തുടരാം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോരാളിയായി തുടരാം. അബിൻ്റെ വാക്കുകളാണ്. എന്നെ ഇവിടെ നിർത്തൂ, കേരളത്തിൽ നിർത്തൂ, കേരളം എൻ്റെ പ്രവൃത്തി മണ്ഡലമാണെന്ന് തൊഴുകയോടുകൂടി നിങ്ങൾ ദേശീയ സെക്രട്ടറി ആക്കിയ ആൾ പറയുകയാണ് അബിൻ വർക്കി. അതെങ്ങനെ റജി? അതിനെ KPCCയുടെ സംസ്ഥാന നേതൃത്വം ബഹുമാനനായ സണ്ണി ജോസഫ് അത് അനുമതി നൽകിയിട്ടുമുണ്ടല്ലോ. കാരണം അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്തത് ഇന്ത്യയിലെ അഖിലേന്ത്യാ നേതൃത്വമാണ്. 5 കോടി അംഗങ്ങളുള്ള യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാനുള്ള വലിയൊരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ആ അവസരം അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹത്തിന് ഒരു ബൂസ്റ്റാണ് നൽകിയിരിക്കുന്നത്. പിന്നെ താൽക്കാലികമായി സംസ്ഥാനത്തെ ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവിടെ സമര പോരാട്ടങ്ങളുടെ മുൻനിരയിൽ പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം, അദ്ദേഹത്തിന്റെ താല്പര്യം, അതിനെ കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ചിട്ടുമുണ്ട്. ഞാൻ തിരിച്ചെത്താൻ ശ്രീ M. ജയചന്ദ്രൻ, കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ കാണുന്ന പടലപ്പിണക്കങ്ങൾ, ഇപ്പോൾ കാണുന്ന സംഘർഷങ്ങൾ, അത് ഒരു ജനാധിപത്യ പാർട്ടിയുടെ സ്വാതന്ത്ര്യമായി എന്താണ് നിങ്ങളാരും കാണാത്തത്? ശരിയാണ്. ഇപ്പോ റജി പറഞ്ഞത് മുഖവിലയ്ക്ക് തന്നെ എടുത്താൽ എത്രമേൽ രാഷ്ട്രീയ വിഡ്ഢിയാണ് ഈ അബിൻ വർക്കി. ഇങ്ങനെയൊക്കെ വിഡ്ഢിത്തരം കാണിക്കുന്ന യുവ നേതാക്കൾ ഈ 21ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് ഈ കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ പൊട്ടിമുളയ്ക്കുന്നതെന്നോർത്ത് അത്ഭുതപ്പെടുകയല്ലാതെ മറ്റെന്താണ് വഴി? ദേശീയ നേതൃത്വത്തിലേക്ക്, പ്രത്യേകിച്ച് 5 കോടി അംഗങ്ങളുള്ള യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവാക്കിയ ഒരു മനുഷ്യൻ പറയുകയാണ്, എനിക്ക് അങ്ങോട്ട് പോകണ്ട, എന്നെ ഇവിടെ നിർത്തണമേ എന്ന് പറയുന്നത് രാഷ്ട്രീയ വിഡ്ഢിത്തരമാണെന്ന് കോൺഗ്രസ് സഹയാത്രികനായ റജി തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ലിസ്റ്റ് ചെയ്യുകയാണ്. വെറും ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പോരാ, ഇത് എയർ ലിസ്റ്റിംഗ് എന്ന് തന്നെ പറയണം കേട്ടോ ജിംസാദെ. എയർ ലിസ്റ്റിംഗ്. കേരളത്തിൽ നിന്ന് ഒറ്റയടിയാണ് ഡൽഹിയിലേക്ക് നേരെ. എന്നിട്ട് ആ മനുഷ്യൻ പറയാണ് എനിക്കിത് വേണ്ട എന്ന് പറയുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് പുതിയ ചെറുപ്പക്കാർ മാറുന്നുണ്ടെങ്കിൽ ആ പാർട്ടി പിന്നെ വലിയ ഒരു രോഗലക്ഷണമാണ് കാണിക്കുന്നത്. രോഗമല്ല കേട്ടോ, ഇത് രോഗലക്ഷണങ്ങളാണ്. വളരെ മാരകമായ രോഗലക്ഷണങ്ങൾ ആ പാർട്ടിയെ ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രകടമായ തെളിവുകൾ ഒട്ടേറെ വരുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് പിന്നെ ഇന്ന് ഓർത്തഡോക്സ് സഭാധിക അധ്യക്ഷൻ പറഞ്ഞ വാക്കുകൾ. മറ്റൊന്നുകൂടെ ഞാൻ കൂട്ടിച്ചേർക്കാം. ഇപ്പോ ഈ കോൺഗ്രസില് പാർട്ടി എന്നുള്ള നിലയിൽ രാഷ്ട്രീയമായും സമുദായം എന്നുള്ള സാമുദായികമായും ഒരുപാട് ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. സാംസ്കാരികമായ രോഗലക്ഷണങ്ങൾ അത്ര കണ്ട് പ്രകടമായിരുന്നില്ല. എന്നാൽ ഇന്ന് അതുണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഈ വിചാർ വിഭാഗിന്റെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, വിചാർ വിഭാഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രൊഫസർ നെടുമുടി ഹരികുമാറാണ്. നെടുമുടി ഹരികുമാർ ഇന്ന് KPCC അധ്യക്ഷന് രാജി സമർപ്പിച്ചിട്ടുണ്ട്. എന്നെ ഒഴിവാക്കണമേ എന്ന് അബിൻ വർക്കി അപേക്ഷിച്ചതുപോലെ നെടുമുടി ഹരികുമാർ അപേക്ഷിച്ചു കഴിഞ്ഞു. എത്ര മനോഹരമായ ജനാധിപത്യമാണ് കോൺഗ്രസിൽ പുലരുന്നത് എന്നുള്ളത് ഇതിൽ കൂടുതൽ തെളിവ് വേണം അജിംഷാദെ. നമ്മളാണ് അതിനെ വിമർശിക്കുന്ന അജിംഷാദും ഞാനും സജീവനും അടക്കമുള്ളവരാണ് മണ്ടന്മാർ. അതല്ലേ നമ്മൾ കാണേണ്ടത്. സുധാകരൻ എന്താണ് പറഞ്ഞത്? ജീവിതത്തിൽ ഇത്രയധികം സംതൃപ്തി അനുഭവിച്ച മറ്റൊരു ദിവസം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ആ രോഗത്തിലേക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് കാണേണ്ടത് അതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? അങ്ങനെ പറയേണ്ടി വരുന്നത് ശ്രീ B. റജി 2021 സ്ഥാനമേറ്റെടുത്തതിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ശ്രീ K. സുധാകരൻ പറയുകയാണ്, കോൺഗ്രസിന് സംഘടനാപരമായി വലിയ ദൗർബല്യങ്ങൾ അടിസ്ഥാന തലത്തിൽ മുകളിലേക്കുണ്ട്. മുകളിലേക്കുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് നേതൃതലത്തിലാണല്ലോ. താഴെ തട്ടിലാണ് ഈ സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്റെ നേതൃത്വത്തിലുള്ള KPCC ഒരു പുതിയ സംഘടനാ സംവിധാനം ആവിഷ്കരിക്കുകയാണ്. അതിന്റെ പേരാണ് CUC. എന്താണ് CUC? കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി. അതാണ് CUC. അപ്പൊ ഈ CUC എന്ന് പറയുന്ന വാർഡ് തലത്തിലുള്ള കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ
ശക്തിപ്പെടുത്തുന്നതോടുകൂടി കോൺഗ്രസ് പാർട്ടി സെമി കേഡർ സംവിധാനത്തിലേക്കാകും. കേഡർ സംവിധാനത്തിലേക്ക് വരാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അതുപോലെ കേഡർ പാർട്ടികൾക്കുമേ കഴിയും. ഞങ്ങൾക്ക് പക്ഷെ സെമി കേഡർ ആവാൻ പറ്റി CUC ഉണ്ടാക്കിയാൽ. അങ്ങനെ CUC ഉണ്ടാക്കി ഞങ്ങൾ സെമി കേഡറായി. വരുന്ന 5 വർഷം കഴിയുമ്പോഴേക്ക് അതിശക്തമായി അടിത്തട്ടിൽ അതിശക്തമായ സംഘടനാ സംവിധാനമുള്ള രാഷ്ട്രീയ കക്ഷിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറുന്നത് നിങ്ങൾ ഓരോരുത്തരും കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഇടതുപക്ഷക്കാരോ വ്യാഖ്യാതാക്കളോ ഒന്നുമല്ല കേട്ടോ, സാക്ഷാൽ ശ്രീ K. സുധാകരൻ. ആ മനുഷ്യനാണ് ഇന്ന് പറയുന്നത് ഇത്രമേൽ എനിക്ക് സംതൃപ്തി ഉണ്ടായിട്ടൊരു ദിവസം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അർത്ഥം മനസ്സിലാക്കാൻ വേറെ ആളുകൾ പഠിപ്പുരയിലൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ, പുതിയ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കേണ്ടതുമില്ലല്ലോ. സുവ്യക്തമാണല്ലോ ആ നിലപാടിന്റെ ലളിതമായ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ, അല്ലേ? ഇത്ര നാണം കെട്ട ഒരു പാർട്ടി, അതിന്റെ രാഷ്ട്രീയ നേതൃത്വം, അതിന്റെ സംഘടനാ നില, ഇതാണ് സുധാകരൻ പച്ചയ്ക്ക് പറയുന്നത്, അല്ലേ? ആരോടാ പറയുന്നത്? നിങ്ങളുടെ യോഗത്തിനല്ലെന്ന് പരസ്യമായ കേരളീയ പൊതുസമൂഹത്തോടാണ് പറയുന്നത്. എന്നിട്ടാണ് ഇവിടെ നിന്ന് BJP പോലുള്ള ഒരു കോൺഗ്രസ് സഹയാത്രികൻ പറയുന്നത് അത് സ്വാഭാവികമാണ്. ഇതാണ് സ്വാഭാവികത. കഷ്ടമാണ് റജി. ഇങ്ങനെ ഈ പഴത്തിലെ ചവിട്ടി തെന്നി മലന്നടിച്ച് വീഴുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥ ഒരു കോൺഗ്രസ് സഹയാത്രികൻ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ, അങ്ങനെ ആഗ്രഹിക്കാൻ മാത്രമേ കഴിയൂ. ആ തരത്തിലാണ് പഴത്തൊലിയിൽ ചവിട്ടി തെന്നി ഉരുണ്ട് മറന്നു കടന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഞാൻ തിരിച്ചെത്താം. ശ്രീ A. സജീവൻ, അതായത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് ഇത്ര വലിയൊരു കമ്മിറ്റി, ഒരു ജംബോ കമ്മിറ്റി അവതരിപ്പിച്ചിട്ട് പോലും കോൺഗ്രസ്സിന് തൃപ്തി ഉണ്ടാകുന്നില്ല. ഇവരെങ്ങനെയാണ് ഈ തദ്ദേശ സ്വയംഭരണവും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നേരിടുന്നത്? ഇതൊക്കെ ഒരു അലങ്കാരമാക്കി കാണുകയാണ്. ഇത് പണ്ട് മുതലേ കോൺഗ്രസ്സിലുണ്ട്. കോൺഗ്രസ് ഒരു സ്വതന്ത്ര പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണ്. അവിടെ സ്വതന്ത്രമായ അഭിപ്രായം പറയാം. ഇങ്ങനെ ഈ പതിഞ്ഞു പോയ ചില വർത്തമാനങ്ങൾ പറഞ്ഞ് ഇതിനെയൊക്കെ പ്രതിരോധിക്കുകയാണ്. നോക്കൂ, K. മുരളീധരൻ ജാഥ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞ സാഹചര്യം ഉണ്ടായെന്നാണ് കേട്ടത്. ഒടുവിൽ അവിടെയും ഹാരിസിനെ അടക്കം അദ്ദേഹത്തിൻ്റെ നോമിനികളെ അടക്കം ഉൾപ്പെടുത്താമെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം വഴങ്ങുന്നു. ഈ 58 ജനറൽ സെക്രട്ടറിമാർക്ക് 2 സെക്രട്ടറിമാർ നോക്കുമ്പോൾ 116 പേരും കണ്ട് വരും. ഏതാണ്ട് 200-ലധികം ഭാരവാഹികളാണ് ആ അർത്ഥത്തിൽ വരുന്നത്. എന്നിട്ടും തൃപ്തിയാകുന്നില്ല. എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ കാരണം ശ്രീ A. സജീവൻ? അല്ല, അധികാരം കിട്ടുക എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അടിത്തട്ടിലുള്ള പ്രവർത്തനത്തെക്കാളൊക്കെ അപ്പുറത്ത് അവർ എന്തെങ്കിലും ഒരു അധികാര ചിഹ്നവുമായിട്ട് നടക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതല്ല. അപ്പോൾ താങ്കൾ ചോദിച്ച പോലെ 58 ജനറൽ സെക്രട്ടറിമാർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ഇത്രയും വലിയ ജംബോ കമ്മിറ്റികൾ കൊണ്ട് എന്താണ് കാര്യമെന്ന് ആദ്യം ചോദിച്ചയാൾ, കേരളത്തിലെ ഈ ജംബോ കമ്മിറ്റികളെക്കുറിച്ച് ആദ്യം ചോദിച്ചയാൾ രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം, അതായത് ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ടുള്ള പ്രവർത്തിക്കുന്ന കമ്മിറ്റി ഉണ്ടാക്കണം എന്നുള്ള നിലയിലാണ് അദ്ദേഹം VM സുധീരനെ പ്രത്യേകമായിട്ട് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ആ സമയത്ത്, മുമ്പ് അദ്ദേഹം A ഗ്രൂപ്പിൻ്റെ ആളായിരുന്നെങ്കിൽ പോലും ആ സമയത്ത് പ്രത്യേക ഗ്രൂപ്പിൻ്റെ ആളല്ലാതിരുന്ന VM സുധീരനെ KPCC പ്രസിഡന്റ് ആക്കുന്നത്. സുധീരനും പറഞ്ഞു വളരെ ചെറിയ കമ്മിറ്റി മതി. പക്ഷേ എന്താണ് സംഭവിച്ചത്? അന്ന് വലിയ കമ്മിറ്റി ഉണ്ടായി. ഇപ്പോഴത്തെ പോലെ കേട്ടോ, ഇതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പോലും പറ്റാത്ത കമ്മിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പരീക്ഷയ്ക്ക് ആ സുധീരനെ ഒപ്പമുണ്ടായിരുന്ന ഈ ഭാരവാഹികൾ, ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വെറും KPCC അല്ല പറയുന്നത്, ഭാരവാഹികൾ, ഈ ഭാരവാഹികളെല്ലാം കൂടി ഇടിച്ചിട്ട് താഴ്ത്തി നമ്മുടെ VD സതീശ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അന്ന് ചെയ്ത കാര്യം നമുക്കറിയാവുന്നതാണ്. അത് സുധീരൻ്റെ സ്ഥാനം അങ്ങനെ പോയി. സുധീരന് താഴെ ഇറങ്ങേണ്ടി വന്നു. പിന്നീട് വന്നിട്ടുള്ള ഒരാളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞ് എനിക്ക് ജംബോ കമ്മിറ്റി വേണ്ട, എനിക്ക് ഭാരവാഹികൾ കുറച്ച് മാത്രം മതി, എന്നോടൊപ്പം ശക്തമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഭാരവാഹികളെ പറ്റൂ എന്ന് പറഞ്ഞു. എന്നിട്ടും സംഭവിച്ചത് എന്താണ്? വലിയ ജംബോ കമ്മിറ്റി വന്നു. എന്നിട്ടോ ഇതേ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഒപ്പമുള്ള ആളുകൾ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അവർ ഇടിച്ചിട്ട് വീഴ്ത്തി അവസാനം അതും കഴിഞ്ഞു. സുധാകരൻ വന്നു. സുധാകരൻ്റെ കാര്യം പറഞ്ഞ സുധാകരൻ KPCC പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലക്സ് ബോർഡുകളും
ഈ ചുമരെഴുത്തുകളൊക്കെ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടോ ആ സുധാകരനും താഴെ ഇറങ്ങി എങ്ങനെയുള്ളത് നമുക്കറിയാം. ഇപ്പോഴത്തെ ഈ സണ്ണിയുടെ കീഴിലുള്ള ഈ ജംബോ കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമായിരിക്കാം. ഇനി അതിനപ്പോൾ അപ്പുറത്തേ പോകുമെന്നറിയില്ല. ഈ ഭാരവാഹികളെല്ലാം കൂടി KPCC, ഞാനിങ്ങനെ ആലോചിക്കരുത്, KPCC ഓഫീസിനുള്ളവർക്ക് ഇരിക്കാൻ പറ്റുമോ? ജനറൽ സെക്രട്ടറിമാർക്കും ഇവരൊക്കെ പ്രവർത്തിക്കേണ്ട ആളുകളാണല്ലോ, അവർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്. ഇത്രയും ആളുകൾക്ക് താങ്കൾ പറഞ്ഞ പോലെ 200ഓളം ആളുകളാണ് ആ KPCC ഓഫീസിൻ്റെ അകത്ത് ദിവസവും പ്രവർത്തിക്കേണ്ട ആളുകളായിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് കഴിയുക? ഇനിയിപ്പോൾ ഓരോ ജനറൽ സെക്രട്ടറിക്കും ജില്ല വിധിച്ചു കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെയാണ് പണ്ട് കുറേ ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം കൂടിയത്. ഓരോ ജില്ലയുടെയും ചുമതല ഒരു ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക്. ഇത് ആലോചിച്ച് 14 ജില്ലയിലേ ഉള്ളൂ. ആ 14 ഇപ്പം എനിക്ക് തോന്നുന്ന അവസാനം മണ്ഡലം കമ്മിറ്റികൾ നോക്കാൻ ഓരോ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിലേക്ക് പോകേണ്ടി വരും. അത്രയും അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഇതൊക്കെ ആണെങ്കിലും ഇതിനിടയിൽ ഇതായിട്ട് പോലും താല്പര്യം അത് തൃപ്തിയാകുന്നില്ല. വലിയ പ്രതികരണം. ഇതാ നമ്മളാരുമല്ല ഈ പ്രതികരിച്ചിട്ട് ഇത് തെറ്റാണ്, ഈ ജംബോ കമ്മിറ്റി വേണ്ട എന്ന് മാധ്യമപ്രവർത്തകരാരും, അജിംഷാദ് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ജയേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടോ? നമ്മളാരും ഇല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത് ഈ ആളുകൾ തന്നെയാണ്. അബിൻ വർക്കി പറഞ്ഞു, ഞാൻ പിന്നെ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ എൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണം 1 വർഷം മുമ്പത്തെ തനിക്കെതിരെ നടത്തിയിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. ഓരോ കാര്യങ്ങളും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ തന്നെയാണ്. ഔട്ട്റീച്ചിൻ്റെ കാര്യം, ഔട്ട്റീച്ചിൻ്റെ ചെയർമാൻ സ്ഥാനം പോയ കാര്യം, ഇത്തരത്തിലൊക്കെ അതിന് ചവിട്ടി പുറത്താക്കിയതിൻ്റെ കഥ നമ്മളാരും പറഞ്ഞില്ല. ഔട്ട്റീച്ചിൻ്റെ കാര്യം ചുമതലയിൽ നിന്ന് ചാണ്ടി ഉമ്മനെ മാറ്റിയില്ലെന്ന് നമ്മൾ ചോദിച്ചില്ല. കാരണം 1 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ്. അബിൻ വർക്കിയെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ റിജി പറഞ്ഞല്ലോ ഉയർത്തിക്കൊണ്ടുപോയിന്ന്. ദേശീയ തലത്തിലേക്ക് ഉയർത്തേണ്ടെന്ന് നമ്മളാരും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ദേശീയ തലത്തിലുള്ള ഒരാളെ ഇവിടെ എന്തിനാണ് സംസ്ഥാന തലത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുപോയത്? അത് തെറ്റല്ലേ? വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തപ്പോൾ പ്രസിഡന്റിന് തുല്യമായ പദവിയാണ് വർക്കിംഗ് പ്രസിഡന്റ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനി അല്ലാത്ത അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കേണ്ട വർക്കിംഗ് പ്രസിഡന്റ് ആക്കാമായിരുന്നല്ലോ. അത് ചെയ്യാതെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിച്ചു, അഭിജിത്തിനെയും കെട്ടുകെട്ടിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളല്ല പിന്നിൽ കളിക്കുന്നത്. കഴിഞ്ഞ തവണ ഷാനിബും മറ്റ് കോൺഗ്രസിന്റെ ഉള്ളറകൾ തൊട്ടറിഞ്ഞിട്ടുള്ള പലരും പുറത്തു വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. കാരണം VD സതീശനെയും ഹൈജാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, ഇപ്പോൾ അവർ KC വേണുഗോപാലിൻ്റെ ചേരികളിലേക്ക് ചാഞ്ഞ് KC വേണുഗോപാലിൻ്റെ ഒരു എൻട്രിക്ക് വേണ്ടി കളമൊരുക്കുകയാണ്. അതാണ് സണ്ണി ജോസഫ് പറഞ്ഞില്ലേ, ദേശീയ തലത്തിലാണെങ്കിലും KC വേണുഗോപാൽ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നില്ലേ, അദ്ദേഹത്തിനൊടുവിൽ പറയേണ്ടി വന്നു. അബിൻ വർക്കിയെ സമാധാനിപ്പിക്കാനാണെങ്കിൽ പോലും അല്ല, KC വേണുഗോപാലിൻ്റെ താല്പര്യം ഇപ്പോൾ പല ആളുകളും, പല കോൺഗ്രസ്സുകാരും പറയുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് ദേശീയ തലത്തിൽ, അദ്ദേഹത്തിന് എന്തിനാണ് ഇവിടേക്ക് വരേണ്ട കാര്യം? സംഘടനാ ജനറൽ സെക്രട്ടറി ആയാലും ഇവിടേക്ക് കോൺഗ്രസ്സിന് ഇപ്പോൾ ഇനി അടുത്ത തവണ അധികാരത്തിൽ വരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. സാധ്യത വളരെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിൽക്കുന്നതിനേക്കാൾ മുഖ്യമന്ത്രിയാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പക്ഷേ ഇവിടെയും കിട്ടുമോ? എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിയായിരുന്നു? കിട്ടും അല്ല, അത് ആഗ്രഹിക്കാമല്ലോ. ഞാൻ പറഞ്ഞു ആഗ്രഹിക്കാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഈ തട്ടകത്തിൽ താല്പര്യമുണ്ടാകും. നമുക്കറിയാം ഇപ്പോൾ ഏതാണ്ട് റജി, ഇതിപ്പോൾ സജീവൻ സാറും ജയചന്ദ്രൻ സാറും ഒക്കെ പറയുന്ന കാര്യങ്ങൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ അഭിമാനമായി എടുത്ത് അണിയേണ്ട. കാരണം KC വേണുഗോപാലിൻ്റെ എൻട്രിക്ക് വേണ്ടി പലരുടെയും രക്തം വീഴുകയാണ്, പലരുടെയും കണ്ണീരിൽ ചവിട്ടുകയാണ്. കാരണം VD സതീശൻ കഴിഞ്ഞ ദിവസം തൊട്ട് മുമ്പുള്ള ദിവസമാണ് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ഈ കോൺഗ്രസ്സിന് വേണ്ടി അടികൊണ്ടവരും തെരുവിൽ വീണവരും ഒക്കെ ഒരുപാടുണ്ട്, അവർക്കൊക്കെ സ്ഥാനം കൊടുക്കാത്തതിൽ ഒരു വിഷമം തനിക്കുണ്ട് എന്ന് പരസ്യമായി VD സതീശന്, പ്രതിപക്ഷ നേതാവിന് പോലും പറയേണ്ടി വരികയാണ്. നോക്കൂ, കോൺഗ്രസിന്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പൊതുമധ്യത്തിൽ ചർച്ചയ്ക്ക് വരുന്നത് തന്നെ.
കഴിഞ്ഞ ഇലക്ഷനിൽ, അതായത് കഴിഞ്ഞ 2024 ലോക്സഭാ ഇലക്ഷനിൽ ഏതാണ്ട് 76 ലക്ഷം വോട്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഈ ബൈബിളിൽ സാത്താന്റെ പേര് ഒരുപാട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് സാത്താന്റെ മഹത്വമാണെന്ന് പറയുന്നത് പോലെ ഉണ്ട്. കൂടുതൽ പ്രവർത്തകരെയും നേതാക്കളെയും പുതിയ മുഖങ്ങളെയും നവീകരിച്ച് കൊണ്ടുവന്ന് മുന്നിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പാകെ പ്രകടിപ്പിച്ചൊരു ഉന്മേഷം പകർന്നു കൊടുക്കണം. അതിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് സജീവൻ സാർ പറഞ്ഞു കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം UDF തികച്ചും അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഈ പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് വലിയ പ്രധാനപ്പെട്ട 2 തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. അപ്പൊ എല്ലാ തലത്തിലും നേതൃനിരയിൽ പുതുമുഖങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഓർഗനൈസേഷനെ സജ്ജമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയൊക്കെ ഉള്ളത്. കോൺഗ്രസിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാലഘട്ടത്തിലും അഭിപ്രായ ഭിന്നതകളുണ്ട്, അത് പുറത്തു പറയാറുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അവരുടെ നീരസങ്ങൾ അവർ പ്രകടിപ്പിക്കാറുണ്ട്. എങ്കിലും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ ഉള്ളിൽ നിൽക്കുവാനും അതിനോട് കമ്മിറ്റ്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുവാനും അവരൊക്കെ താല്പര്യപ്പെടുകയും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇന്ന് പന്തളത്ത് കാണുന്ന ആ പ്രചരണ ജാഥ. എന്ത് ജനക്കൂട്ടമായിരുന്നു! അതിന്റെ 4 അതിൽ മുഴുവൻ പന്തളത്ത് മുഴുവൻ ഒഴിഞ്ഞ കസേരയായിരുന്നു. അത് ഷൂട്ട് ചെയ്തതിന് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ തല്ലുകയും ചെയ്തു. വേണമെങ്കിൽ ആ ദൃശ്യങ്ങളൊന്ന് ബോക്സിൽ കാണിക്കാം. ഈ ഘട്ടത്തിൽ അതായത് ഞങ്ങളുടെ ന്യൂസ് എഡിറ്ററായ ഷാജഹാനെയും ഞങ്ങളുടെ ക്യാമറാമാനെയും ഒക്കെ മർദ്ദിക്കുന്നതിലേക്കാണ് കോൺഗ്രസ്സുകാർ പോയത്. എന്തിനാണെന്നറിയാമോ? ആ പരിപാടിയിൽ ഒഴിഞ്ഞു കിടക്കുന്നു കസേര ഭൂരിഭാഗവും. അതൊന്ന് ഷൂട്ട് ചെയ്തതിന്. നോക്കൂ, കണ്ടോ? ഷാജഹാനെ ഒക്കെ ആക്രമിക്കുന്നു. തൊട്ട് മുമ്പ് കടന്ന ദൃശ്യമാണ്. ഇങ്ങനെ തള്ളല്ലേ റജി? നോക്കൂ, ആ ഒഴിഞ്ഞ കസേരകൾ തൊട്ട് മുമ്പ് കാണിച്ചതിനാണ്. പിന്നിൽ നോക്കൂ, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ സംസാരിക്കുന്ന വേളയിലാണ്, സണ്ണി യൂസഫ് അടക്കമുള്ളവർ സംസാരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ വേദി ഒഴിഞ്ഞു കിടന്നത്. നോക്കൂ, സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് മേഖലാ തലത്തിൽ നടത്തിയ 4 ജാഥകളിൽ അണിനിരന്ന ജനലക്ഷങ്ങളാണ്. കാസർഗോഡ്, തിരുവനന്തപുരം, ഒഴിഞ്ഞ കസേരകളും ഷൂട്ട് ചെയ്തതിന് ഞങ്ങളെ തല്ലുന്നു. അത് കാൽനട പ്രചരണ ജാഥ നടക്കുന്ന ഘട്ടത്തിൽ, പദയാത്ര നടക്കുന്ന ഘട്ടത്തിൽ എടുത്ത ഫോട്ടോഗ്രാഫാണത്. അതിലൊന്നും വാസ്തവമില്ല. അവർ പദയാത്ര കാരക്കാടുന്ന് പദയാത്ര പന്തളത്തേക്ക് വരുന്ന ഘട്ടത്തിൽ എടുത്ത വിഷ്വൽസുകളാണ് പ്രചരിപ്പിക്കുന്നത്. അതൊന്നും യാഥാർത്ഥ്യമില്ല. അറിയാമല്ലോ, എന്തിനാണ് തല്ലാൻ ശ്രമിച്ചത്? മാധ്യമപ്രവർത്തകരെ തല്ലാൻ ശ്രമിച്ചതിന്, കൈരളി ന്യൂസിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിന്, കസേരയുമായി ക്യാമറ തല്ലി തകർക്കാൻ ശ്രമിച്ചതിന് നിങ്ങളുടെ ഒഴിഞ്ഞ കസേര എടുത്തു. അല്ല, അത് ചിലർ അതിവൈകാരികമായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. നമുക്ക് ഒരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയുമോ? CPM-ന് എല്ലാവരെയും ധാർമ്മികത പഠിപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഒരു ആഭ്യന്തര പരിപാടി നോക്കൂ, നിങ്ങളുടെ ഒരു പരിപാടി, ഒരു പ്രതിഷേധ പരിപാടി, അതിൽ ആളെ കൂട്ടാൻ നിങ്ങൾക്കാകുന്നില്ല. അത് ചിത്രീകരിക്കുന്ന മാധ്യമപ്രവർത്തകരെ കൈരളി ന്യൂസ് അടക്കമുള്ളവരെ ആക്രമിക്കുകയാണ്. അപ്പോൾ അവരെ നിയന്ത്രിക്കാനാകുന്നില്ലെന്ന്. അങ്ങനെ നിങ്ങളുടെ ആൾക്കാരെ തന്നെ നിയന്ത്രിക്കാനാകാത്തവരെ എങ്ങനെ ഈ നാടിന്റെ ഭരണം ഏൽപ്പിക്കും? മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നുവെന്നും കോൺഗ്രസിന്റെയോ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നവരുടെ സംസ്കാരമല്ല. ചിലരെ അതിവൈകാരികമായിട്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാകാം ഒരുപക്ഷെ. അതിന് ഒരു കോൺഗ്രസിന്റെ നേതാക്കളും അതിനോട് യോജിക്കുമെന്ന്, അത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെല്ലാം അതിനെ നിരാകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. പക്ഷേ ഈ 4 പ്രദേശത്തു നിന്ന് തുടലെടുത്ത ജാഥയിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും, അതായത് വലിയ ജനാവലിയും വലിയ സ്വീകരണവുമാണ് എല്ലായിടത്തും ഈ മേഖലാ ജാഥകൾക്ക് ലഭിച്ചത്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന്റെ അണികളെല്ലാം കൂട്ടത്തോടെ വന്നെന്ന ഒരു പ്രകടനം ചിലപ്പോൾ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, ഇന്ന് മഴയാണ്. കേരളത്തിലെ വലിയ വ്യാപകമായ മഴ ഉയർന്നു വരും എന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിദൂര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർക്ക് എത്തിപ്പെടുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും. നടക്കണ്ട, ഒടുവിൽ ആള് കുറഞ്ഞു. അത് മഴയുടെ തലയിൽ വെച്ചു. നോക്കൂ, ഇതുവരെ കൈരളിയെ തല്ലി തീർക്കാമെന്നായിരുന്നു. ഇപ്പോ അതെല്ലാം പൊളിഞ്ഞ് ദൃശ്യങ്ങൾ വന്നപ്പോ മഴ കാരണം ആള് വരാതായതാന്നായി. റജി കൊള്ളാം. റജി ഇങ്ങനെ പറയരുത്. ഉൾപ്പെടുത്തി വോട്ടാണ് കോൺഗ്രസിന് കിട്ടിയത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 90 ലക്ഷം വോട്ട്. കണക്ക് അങ്ങേക്ക് അറിയാമല്ലോ. 90 ലക്ഷം വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ UDF-ന് സമാഹരിക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഈ ആൾക്കൂട്ടം 1 or 2 പ്രദേശത്തെ ആൾക്കൂട്ടം ഈ മഴ പ്രമാണിച്ച് വന്നില്ല എന്ന് കരുതി അതൊന്നും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെയോ കോൺഗ്രസിന്റെ ബേസിനെയോ സംഘടനാ സംവിധാനത്തെയോ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല.
അങ്ങനെയാണ് അതിനെ നിരീക്ഷിക്കുന്നത്. അത് കൊള്ളാം, നല്ല നിരീക്ഷണമാണ്. ശ്രീ എം ജയചന്ദ്രൻ കണ്ടില്ലേ, മുൻപ് നടന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് പല വിധത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും മോദി വിരുദ്ധത കേരളത്തിൻ്റെ ഒരു ഉള്ളടക്കമായതുകൊണ്ട് അതിനെതിരായി നോക്കൂ, ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. ശ്രീ എം ജയചന്ദ്രൻ, ഞാൻ തിരിച്ചെത്താം. അതിനു മുമ്പ് ഈ പന്തളത്തെ ഇപ്പോൾ റജി വലിയ ആവേശത്തോടു കൂടി ജനക്കൂട്ടം, തള്ളി മറിയുന്ന ജനക്കൂട്ടം എന്ന് പറഞ്ഞ പരിപാടിയാണ്. അതിൽ സദസ്സിൻ്റെ ചിത്രങ്ങളാണ് നമ്മൾ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒഴിഞ്ഞ കസേരകൾ, അവിടെ വേദിയിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞ കസേരകൾ അങ്ങനെ കിടക്കുന്നത്. ശരിയാണ്, മഴയായതുകൊണ്ടാണെന്നാണ് റജിയുടെ വാദം. നമുക്ക് ഈ ദൃശ്യങ്ങളുടെ ആനുകൂല്യത്തിൽ മഴ കാണുന്നില്ല എങ്കിൽ പോലും ഒന്ന് അനുവദിക്കാതെ. ശ്രീ എം ജയചന്ദ്രൻ, ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഒരു മോദി വിരുദ്ധതയുടെ ഉള്ളടക്കം കേരളത്തിനുള്ളതുകൊണ്ട് അതിൻ്റെ ആനുകൂല്യം ഒരു വേളയിൽ ലഭിച്ചു എന്നതാണ് ഇവരുടെ വോട്ട് എന്നതുപോലും മനസ്സിലാക്കാതെ ഇതൊക്കെ കോൺഗ്രസ്സിന് കിട്ടിയതാണെന്ന്. പണ്ട് ബൈബിളിൽ കഥയിൽ പറയുന്നത് പോലെ ഒരു കഴുതയുടെ മുകളിൽ വിശുദ്ധ ഗ്രന്ഥവുമായി പോയ കഴുത, എല്ലാവരും തൊഴുതുന്നു. വിശുദ്ധ ഗ്രന്ഥത്തെയാണ് മനുഷ്യർ തൊഴുതുന്നത്, പക്ഷേ കഴുത വിചാരിക്കും തന്നെയാണെന്ന്. ഞാൻ ആ ഉപമ കഴുതയുമായി ഉപമിച്ചതല്ല എങ്കിൽ പോലും ഞാനതൊരു ഉദാഹരണം, പെട്ടെന്നൊരു ബൈബിൾ കഥ ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതാണ്. എം ജയചന്ദ്രൻ. അജിംഷാദെ, ഇത് ഇങ്ങനെ നമ്മള് ഈ ആളില്ലാ കസേരകൾ പന്തളത്ത് ഉണ്ടായത് കാണിച്ചതുകൊണ്ടൊന്നും റജി അടക്കം ഒരു കോൺഗ്രസ്സുകാരനും വഴങ്ങാൻ പോകുന്നില്ല. അതൊക്കെ അങ്ങേറ്റം വന്നാൽ മഴയ്ക്ക് വിട്ടുകൊടുക്കും. മഴ കാരണമാണ് ഇതൊക്കെ. മാർക്സിസ്റ്റുകാരുടെ ഈ പരിപാടികൾ ഇങ്ങനെയൊക്കെയാണ്. വേണമെങ്കിൽ നമ്മള് ഈ ആരെങ്കിലും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇനി പോയി മറ്റേ ഇതുണ്ടല്ലോ, ക്ലൗഡ് അങ്ങനെ സംഭവം ഉണ്ടല്ലോ, മഴ പെയ്യിക്കുന്നത്, അത് പെയ്യിച്ചു എന്ന് പറഞ്ഞില്ലല്ലോ റജി. അത്രയും ആശ്വാസം എന്നേ ഞാൻ കരുതുന്നുള്ളൂ. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സംഘടനാപരമായ കേരളത്തിൽ എന്താണ് ഇപ്പോ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്നതിലേക്ക് ചർച്ച കൊണ്ടുവരാൻ റജി തയ്യാറാണോ അല്ലയോ? അതാണ് ചോദ്യം. എന്റെ ചോദ്യം അതാണ്. ഞാൻ സ്ട്രൈറ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ പന്തളത്തെ ആളിലെ കസേരകളെ കുറിച്ച് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നതിൽ ഞാൻ അങ്ങോട്ട് വരുന്നുമില്ല. മഴയെങ്കിൽ മഴ, ആഴ വന്നില്ലെങ്കിൽ വന്നില്ല, അത്രേ ഉള്ളൂ. പക്ഷെ എന്താണ് ഇത് തെളിയിക്കുന്നത്? എന്താണ് ഇനി ഒരു മറ്റൊരു രാഷ്ട്രീയ സിനാരിയോ കൂടി ഈ വേദിയിൽ ഉണ്ടായി. അതുകൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. കാരണം ഇപ്പോൾ കെ മുരളീധരൻ ഇടഞ്ഞു നിന്നു, ജാഥ ക്യാപ്റ്റൻ സ്ഥാനത്തെത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നോമിനിയെ കൂടി ഉൾപ്പെടുത്താമെന്ന് കോൺഗ്രസിനൊടുവിൽ സമ്മതിക്കേണ്ടി വന്നു. അത് കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. അതിൻ്റെ പ്രതിഷേധം കൂടി ഈ വേദിയിലുണ്ടായി. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ മുരളീധരൻ വരുന്നതിന് മുമ്പ് വി ഡി സതീശനും പോയി, രമേശ് ചെന്നിത്തലയും ഇറങ്ങിപ്പോയി. അത് വലിയ ചർച്ചയാണ് അവിടെ. അതെ, അല്ല, കേരളത്തിലെ ജിംഷാദ്, ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ കോൺഗ്രസിനകത്തെ പുതിയ ചില ഫോർമേഷൻസ് ആണ്. ആ ഫോർമേഷൻസ് കാണാതെ പോകാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ 2-2.5 കൊല്ലമായി ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പല ചാനലുകളിലും ചർച്ച നടത്തുമ്പോൾ ഞാൻ പതിവായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, അടുത്ത അസംബ്ലി ഇലക്ഷനിൽ UDF-നാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ കെ സി വേണുഗോപാൽ കെട്ടിയിറക്കപ്പെടും ഡൽഹിയിലെന്ന്. അതെനിക്ക് യാതൊരു സംശയവുമില്ല. ഞാനൊരു 2-2.5 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഞാൻ ഇപ്പൊ അത് മാറ്റുകയാണ് കേട്ടോ. കാരണം ഒരു പുതിയ ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നു എന്നാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ടാണ് ഞാനത് ആ പുതിയ ഫോർമേഷനെ കുറിച്ച് പറയുന്നത്. ഇപ്പോ കെ സി വേണുഗോപാല് മുൻനിർത്തുന്നത് വേറെ രൂപത്തിലുള്ള ഒരു ഫോർമേഷനിലാണ് താല്പര്യപ്പെടുന്നത്. UDF-ന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ കെ സി വേണുഗോപാലിന് ആശീർവാദത്തോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത്, എനിക്ക് വിശ്വസനീയമായി കിട്ടിയ വിവരമനുസരിച്ച്, രമേശ് ചെന്നിത്തലയാണ്. കെ സി വേണുഗോപാൽ ആ പദവിയിലേക്ക് വരാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെ വരാൻ കഴിയില്ല എന്നുള്ള വേറെ ചില പരിമിതികൾ ഡൽഹിയിലുണ്ട്. അത് ആ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ഇപ്പൊ അത് അതിന്റെ ആവശ്യമില്ല, അത് ഞാൻ അതിൽ കടക്കുന്നില്ല. അതാണ് വരാൻ പോകുന്നത്. രമേശ് ചെന്നിത്തല മുൻനിർത്തിയാണ് പുതിയ പട കെ സി വേണുഗോപാൽ ഫോം ചെയ്യുന്നത്. അതിൽ സതീശന് സ്ഥാനമില്ല. പക്ഷെ സതീശന്റെ ഒരു ക്ലെയിം അവിടെ വരാൻ സാധ്യതയുണ്ട്. എങ്ങനെ? അത് ഈ നേതാക്കൾ തന്നെ, എന്നോട് ചില നേതാക്കൾ തന്നെ ഇന്ന് പങ്കുവച്ചൊരു വിവരമാണ്. അവർ പറയുന്നത്
ഒരു 90+ സീറ്റ് UDF കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും പിന്നെ സതീശനെ ക്ലെയിം ചെയ്യാം. 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണല്ലോ. അപ്പോൾ 90+ സീറ്റ് UDF കിട്ടുകയാണെങ്കിൽ സതീശന്റെ ക്ലെയിം അവഗണിക്കാൻ കഴിയില്ല. പക്ഷെ അത്ര ഒരു സാധ്യത സതീശൻ അടക്കം കാണുന്നില്ല. ജസ്റ്റ് ഒരു നെക്ക് ഫൈറ്റ് ആണ്. വെളുത്ത പശുവിന്റെ കറുത്ത പാല് കൊണ്ടുവന്നാൽ രോഗം മാറ്റാമെന്ന്. അതെ 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 അതെ. അപ്പോ ചെറിയൊരു ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടി പണ്ട് പിന്നെ 2011 വിജയിച്ചില്ലേ, അതുപോലൊരു വിജയമാണ് UDF കിട്ടുന്നതെങ്കിൽ KC വേണുഗോപാലിന്റെ നോമിനിയായിട്ട് വരാൻ പോകുന്നത് രമേശ് ചെന്നിത്തലയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. അത് നന്നായിട്ട് മനസ്സിലാക്കിയ ആളാണ് VD സതീശൻ. ഇപ്പോൾ VD സതീശനും പിന്നെ ആ ഒരു ലെവലിൽ നിന്ന് മറ്റു ചില ആൾക്കാരും ഒക്കെ അത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു 8-10 ദിവസമായിട്ട്. ഈ 8-10 ദിവസം ആയിട്ടുള്ളൂ ഈ പുതിയ ഫോർമേഷൻ ഉണ്ടായിട്ട് കേട്ടോ. അപ്പൊ അത് കേരളത്തിൽ വലുതായി റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതിന്റെയും കൂടെ ഒരു അതൃപ്തിയാണ് സുധാകരൻ ഇന്ന് പുറപ്പെട്ട വാക്കുകൾ. ഞാൻ അതീവ സംതൃപ്തരാണ്, ഇത്രയും സംതൃപ്തി ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ. ഇതൊന്നും റജിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊക്കെ നമ്മുടെ വ്യാഖ്യാനങ്ങളും ഭാവനകളും സ്വപ്നങ്ങളും ആണെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയും. ഞാൻ കുറ്റം പറയുന്നില്ല. റജി അത്രയും പരിമിതികൾ അദ്ദേഹത്തിനുള്ളത് നമ്മൾ വകവെച്ചു കൊടുക്കണമല്ലോ. അതവിടെ നിൽക്കട്ടെ. പക്ഷെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പിന്നെ ഇതുകൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള പുതിയ ഫോർമേഷൻസ് കൊണ്ട് ശക്തമാകുമെങ്കിൽ അങ്ങനെ ശക്തമാകട്ടെ. കാരണം കോൺഗ്രസ് കേരളത്തിൽ നശിക്കരുത് എന്ന് അതിശക്തിയായി ആഗ്രഹിക്കുന്ന ഒരു ഇടതുപക്ഷ വിശ്വാസിയാണ് ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഒരിക്കലും ആവാൻ പോകുന്നുമില്ല. BJP ആയിട്ടും എനിക്ക് ഒരു അലയൻസ് ഒരു കാലത്ത് ഉണ്ടാവുകയില്ല. പക്ഷേ ഒരു ഇടതുപക്ഷ വിശ്വാസി എന്നുള്ളതിൽ ഞാൻ കഠിനമായി ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് തകരരുത് എന്നുള്ളതാണ്. അപ്പൊ അത്തരമൊരു കോൺഗ്രസ് പിന്നെ ഇങ്ങനെ ആവുന്നത്, ഇത്തരത്തിലുള്ള ഡൈവേർഷൻസിലേക്ക് പോകുമ്പോൾ എന്താണ് അവർ കൊണ്ടുവരാൻ പോകുന്ന ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്ന പുതിയ താല്പര്യങ്ങൾ എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നെടുമുടി ഹരികുമാറിന്റെ ഒരു ഉദാഹരണം പറഞ്ഞത്. 64 വയസ്സായി നമുക്ക് പിന്നെ മറ്റേ ഇതിന്റെ ഈ വിചാരോദ്ധാരണ സംസ്ഥാന അധ്യക്ഷനാണ്, സംസ്ഥാന സാഹിത്യ സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള വളരെ നല്ലൊരു മനുഷ്യനാണ്. ഇനി പ്രതീക്ഷിക്കാനൊന്നുമില്ല. ഈ പ്രസംഗങ്ങളിൽ പോലും ഒരു പോസ്റ്റും നല്ലൊരു പോസ്റ്റും കൊടുക്കുന്നില്ല. ഞാൻ ശ്രീ സജീവനിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ റജിയോട് ഒന്ന് പോവുകയാണ് ഒരിക്കൽ കൂടി. ഞാൻ ശ്രീ സജീവൻ സാറിലേക്ക് എത്താൻ പെട്ടെന്ന്. റജി, ഈ വേദിയിൽ നമ്മളിപ്പോൾ കാട്ടിയ വേദി, അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളും ഉണ്ട്. അവിടെ PC വിഷ്ണുനാഥ് അടക്കം സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒഴിഞ്ഞ കസേരകളാണ് ഭൂരിഭാഗവും കാണുന്നത്. താങ്കളുടെ വാദമനുസരിച്ച് മഴയുടെ ആനുകൂല്യം നമുക്ക് കൊടുക്കാം. എങ്കിൽ പോലും ഞാൻ അതിലേക്കല്ല വരുന്നത്. എങ്ങനെയാണ് ഈ ജാഥ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് തൻ്റെ നോമിനിയെ വെക്കാത്തത് കൊണ്ട്, KPCCയിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ട് ഉള്ള വലിയ പ്രതിഷേധവുമായി മുരളീധരൻ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ KC വേണുഗോപാലാണ് ഇടപെടുന്നത് മുരളീധരൻ്റെ നോമിനിയെ കൂടി ഉൾപ്പെടുത്താമെന്ന്. അതിലുള്ള പ്രതിഷേധം ചെന്നിത്തലയും സതീശനും അറിയിച്ചു കഴിഞ്ഞു. മുരളീധരൻ ജാഥ ക്യാപ്റ്റൻ ആ വേദിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സതീശനും ചെന്നിത്തലയും ഇറങ്ങിപ്പോയി. അതവിടെ വലിയ സംസാര വിഷയമാണ്. റജി, എങ്ങനെയാണ് അതിനെ ഒന്ന് കാണുന്നത്? കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നതകൾ പുതുമയല്ലെന്ന് ഞാൻ പറഞ്ഞു. നോക്കൂ, ഇന്ന് തുലാമാസം 1-ം തീയതിയാണ്. ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തുക എന്നുള്ളത് കെ മുരളീധരൻ പോയത്. ചെന്നിത്തലയും നിങ്ങൾ ഇത്രയേറെ വലിയ പ്രാധാന്യത്തോടു കൂടി ആണ് അത്തരം ഒരു പ്രതിഷേധ പരിപാടി അവിടെ നടത്തിയതെങ്കിൽ, പന്തളത്ത് നടത്തിയതെങ്കിൽ, എങ്ങനെയാണ് ഈ ജാഥ ക്യാപ്റ്റൻ എത്തുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ചെന്നിത്തലയും സതീശനും ഇറങ്ങിപ്പോകുന്നത് എങ്ങനെയാണ്? നോക്കൂ, ജാഥ ഇന്നലെ സമാപിച്ചു. ഇന്നലെ ജാഥ ചെങ്ങന്നൂരിൽ സമാപിച്ചു. ഇന്ന് കാൽനട ഏതാണ്ട് 6-7 കിലോമീറ്റർ പദയാത്രയായിട്ടാണ് ഇന്ന് വരുന്നത്. ജാഥ ഇന്നലെ കൊണ്ട് നിങ്ങളുടെ ഈ പ്രതിഷേധ പരിപാടി, നിങ്ങളുടെ ഇപ്പോൾ പന്തളത്ത് നടക്കുന്ന പ്രതിഷേധ പരിപാടി, കൈരളി വാർത്താ സംഘത്തെ ഒഴിഞ്ഞ കസേരകൾ കാട്ടിയതിന് ആക്രമിക്കാൻ വന്ന ആ പ്രതിഷേധ പരിപാടി, ഇപ്പോൾ PC വിഷ്ണുനാഥ് അടക്കം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ വേദി, അവിടെ നിന്നും ചെന്നിത്തലയും സതീശനും ഇറങ്ങിപ്പോയെന്നേ. കെ മുരളീധരൻ വരുന്നതിന് കഴിഞ്ഞിട്ട് അവരുടെ പ്രസംഗം ഞാൻ കേട്ടതാണ്. അവരെല്ലാം പ്രസംഗിച്ച് അവരുടെ ഭാഗം, അവര് നമ്മുടെ ഈ വിഷയത്തിനോടുള്ള അവരുടെ അഭിപ്രായവും സംസ്ഥാന രാഷ്ട്രീയത്തിനോടും സംസ്ഥാന ഭരണത്തിനോടുമുള്ള അതിശക്തമായ എതിർപ്പുകളും രേഖപ്പെടുത്തിയത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ?
അതൊക്കെ അങ്ങ് കാണാത്തത് ഏതെങ്കിലും ഒരു അങ്ങനെയെങ്കിലും പറയട്ടെ. ഞാൻ ചോദിക്കുന്നത് ഈ ചലനങ്ങളിലും വാക്കുകളിലും നടപ്പിലും നോട്ടത്തിലും എല്ലാം ഗ്രൂപ്പിസവും പ്രതിഷേധവും ഒരുപാട് സംഭവങ്ങൾ അത് കരുണാകരന്റെയും ആന്റണിയുടെയും കാലത്ത് മുതലുണ്ട്. നോക്കൂ റജി, ഇവിടെ നോക്കൂ. ഇവിടെ സതീശനും ചെന്നിത്തലയും കെ മുരളീധരൻ വരുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയത് ഈ KC വേണുഗോപാൽ വൽക്കരണത്തിന് എതിരായ പ്രതിഷേധമാണ്. മുരളീധരനോട് വഴങ്ങിയ രീതികളോടുള്ള പ്രതിഷേധം കൂടിയാണ്. ഇതിനോട് റജിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതൊന്നും അവാസ്തവമായ കാര്യമാണ്. കോൺഗ്രസിൽ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയും ഇല്ല. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ. ബഹുമാനനായ ജയചന്ദ്രൻ സാറിനോടുള്ള എനിക്ക് അങ്ങേയറ്റത്തെ ആദരവും ബഹുമാനവും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ 90 സീറ്റ് പ്ലസ് സീറ്റോട് കൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, രാഷ്ട്രീയമായിട്ട് നമ്മൾ നോക്കും. എന്റെ ഓഡിയോയിൽ എന്തെങ്കിലും ഇല്ല, ഒരു പ്രശ്നമില്ല, താങ്കൾ പറഞ്ഞോളൂ. നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും നിശ്ചിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സമരത്തിന് നേരിടുമ്പോൾ വളരെ നിസാരമായിട്ടുള്ള വളരെ ഉപരിപ്ലവമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് വഴിതിരിച്ചു വിടാനായിട്ടൊക്കെയുള്ള ശ്രമങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. അതൊക്കെ നിസാരമായിട്ടുള്ള കാര്യങ്ങളാണ്. കോൺഗ്രസിന്റെ 1999-2000 പീരീഡിൽ എന്തുമാത്രം പ്രതിസന്ധികളായിരുന്നു കേരളത്തിനുണ്ടായിരുന്നത്. 100 സീറ്റിലധികം സീറ്റുമായി കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലേ? ഇത്തരം പക്ഷേ ചില പുതിയ കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി താങ്കളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം. ഞാൻ ശ്രീ എ സജീവനിലേക്ക് കൂടി ഒന്ന് പോകുന്നതിന് മുമ്പ്, അതായത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസം, അതിനുള്ള എല്ലാ അന്വേഷണവും കോടതിയിൽ അടക്കം മേൽനോട്ടത്തിൽ നടന്നു വരികയാണ്. പ്രതികളെ അടക്കം പിടിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. ഇപ്പുറത്ത് വലിയ പ്രതിഷേധ മാർച്ച്, പ്രതിഷേധ സംഘടന, വിശ്വാസ സംഗമം ഒക്കെയാണല്ലോ കോൺഗ്രസ് നടത്തുന്നത്. ഇപ്പോഴും അതാണ് പന്തളത്ത് നടക്കുന്നത്. നോക്കൂ, ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ പിടികൂടിയ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന 1-ാം പ്രതിക്ക് വേണ്ടി ഹാജരായത് യൂത്ത് കോൺഗ്രസ് നേതാവ് റജി ബലേഭേഷ്, യൂത്ത് കോൺഗ്രസ് നേതാവ്, അതായത് യൂത്ത് കോൺഗ്രസ് നേതാവ് ലെവിൻ തോമസ് വേണാട്ടാണ് ഹാജരായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. ഇങ്ങനെ വേട്ടക്കാരനും ഇരയ്ക്കും ഒപ്പം ഒന്നിച്ചോടാമോ? ഇങ്ങനെ ഓടാമോ? ശ്രീ എ സജീവൻ ഇങ്ങനെയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി സ്വർണ്ണക്കവർച്ച, ശബരിമലയിൽ അയ്യൻ്റെ സ്വർണം മോഷ്ടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന 1-ാം പ്രതിക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാജരാകുന്നു. ഇപ്പുറത്ത് വിശ്വാസ സംരക്ഷണത്തിൻ്റെ പേരിൽ വലിയ പ്രതിഷേധ പരിപാടി കോൺഗ്രസ് നടത്തുന്നു. എന്തൊരു വിരോധാഭാസമാണ് ശ്രീ എ സജീവൻ. അല്ല, ഒരു അഭിഭാഷകൻ ഹാജരാവുന്നതിന് ഞാൻ തള്ളി പറയുന്നില്ല. അല്ല, അത് തള്ളിപ്പറയാൻ പറ്റില്ല. പക്ഷേ അതിൽ ഉയരുന്ന ധാർമ്മികത നോക്കൂ. എന്ത് ആത്മാർത്ഥതയാണ് ഈ വിഷയത്തിൽ അവർക്കുള്ളത്. അദ്ദേഹത്തിന് ഒഴിയാം. ഇത് ഇത്തരം ഒരു പ്രതിക്ക് വേണ്ടിയിട്ട് ഹാജരാവാതിരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം പ്രകടിപ്പിക്കാം. എനിക്ക് വേറൊരാളിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചോളൂ, എനിക്ക് തിരക്കാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റും. അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘടകമുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കോൺഗ്രസിൻ്റെ പ്രതിഷേധ റാലിയാണല്ലോ ഇപ്പോഴത്തെ കാര്യം. ശബരിമലയിലെ വിശ്വാസ സംരക്ഷണത്തിന് ആരും വിശ്വാസികൾക്കാർക്കും ഇപ്പോൾ അവിടെ പ്രശ്നമില്ല. നേരത്തെ ഉണ്ടായിരുന്ന LDFിൻ്റെ നിലപാട്, CPMൻ്റെ നിലപാട് ഒക്കെ മാറ്റിയിട്ട് വളരെ കൃത്യമായ രൂപത്തിൽ വിശ്വാസികളെ സംരക്ഷിക്കുന്നു. ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. നേരത്തെ LDF സർക്കാരിനെ എതിർത്തിരുന്ന NSSും SNDP യോഗമൊക്കെ എല്ലാ ആളുകളും ഈ സർക്കാരിൻ്റെ നല്ല നിലപാടിനെ പ്രകീർത്തിക്കുന്ന രീതിയിലേക്ക് വന്ന് നമ്മൾ കണ്ടതാണ്. തന്ത്രി സമൂഹമാണെങ്കിലും ഒക്കെ എല്ലാ ആളുകളും അതിന് അനുകൂലമായിട്ട് മാറി. എന്നിട്ടും ഇപ്പോഴത്തെ ഈ ജാഥ എന്ന് പറയുന്നത് രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടുള്ളതാണ്. അതിലാൾ പറഞ്ഞതിനെക്കുറിച്ച് നേരത്തെ ജയേന്ദ്രൻ പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ വെച്ചിട്ട് ജനലക്ഷങ്ങൾ മൊത്തമായിട്ട് ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന രീതിയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിൽ വരും, അത് ആഗ്രഹിക്കാൻ UDFന് അവകാശമുണ്ട്, കോൺഗ്രസ്സുകാർക്ക് അവകാശമുണ്ട്. പക്ഷേ അതിനുവേണ്ടി അവർ പറയുന്ന കാരണങ്ങളാണ്
പ്രശ്നം. ഒന്നാമത്തെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഗംഭീരമായ സീറ്റ് കിട്ടി, 19 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറയും. ഇപ്പോൾ 18 സീറ്റ് അവർക്ക് കിട്ടിയെന്ന് പറയുന്നു. പക്ഷേ എന്താണ് അവസ്ഥ? അതുകൊണ്ട് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ അത്രയും ആളുകളുടെ പിന്തുണ UDF കിട്ടുമെന്നാണോ? അങ്ങനെ ആയിരുന്നു. 2019 എന്താണ് 19. അതെ, പറഞ്ഞോളൂ. ഇപ്പൊ ഇത്തവണ 18 സീറ്റേ കിട്ടിയുള്ളൂ. ഒന്ന് BJP കൊണ്ടുപോയി, ഒന്ന് LDF കിട്ടി. 2019 അന്നത്തെ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് 19 സീറ്റാണ് UDF കിട്ടിയത്. എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് നടന്ന 2021 തെരഞ്ഞെടുപ്പിൽ ഗംഭീരമായിട്ട് 8 സീറ്റ് കൂടുതലാണ് UDF കിട്ടിയത്, LDF കിട്ടിയത്. ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ 8 സീറ്റ് കൂടുതൽ, 100 സീറ്റിന് 1 മാത്രം കുറവ്. ആ ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ അന്നത്തെ കാര്യം വെച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനെ വെച്ചുകൊണ്ട് കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെയാണ് കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാകുന്ന വലിയ തെറ്റായ ധാരണകൾ. രണ്ടാമത്തെ ഒരു കാര്യം, കോൺഗ്രസ്സിൽ ഈ അടിയൊക്കെ ഉണ്ടാവും, പക്ഷേ വോട്ടർമാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. കോൺഗ്രസ്സിൽ അടിയുണ്ടായ കാലത്തൊക്കെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ 2016 തെരഞ്ഞെടുപ്പിന് മുമ്പ് 2014-15 വർഷങ്ങളിൽ ഈ ഉമ്മൻചാണ്ടി അതിവേഗം ബഹുദൂരം എന്ന പദ്ധതിയായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് പോയി ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് ഉമ്മൻചാണ്ടിയും സകല UDF പ്രവർത്തകരും നല്ലൊരു ശതമാനം ജനങ്ങളും വിചാരിച്ചിരുന്നു. അദ്ദേഹത്തിനെതിരെ ചില പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്ന പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും എന്നാലും വിജയിക്കുമെന്ന് വരുന്ന ഘട്ടത്തിലാണ് അന്ന് മെത്രാൻ ഗായർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ ഈ മദ്യശാലകൾ അടച്ചുപൂട്ടിയുമായി ബന്ധപ്പെട്ട അബ്കാരി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് അന്നത്തെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ ഏറ്റുമുട്ടിയത്, മുഖ്യമന്ത്രിയായിട്ട് ഏറ്റുമുട്ടിയത്. ആ പ്രശ്നം അതുകൊണ്ട് എന്താ ഉണ്ടായത്? ഭരണ തുടർച്ച കിട്ടുമെന്ന് വിചാരിച്ച ഉമ്മൻചാണ്ടിക്ക് കിട്ടിയില്ലല്ലോ. LDF അനുകൂലമായിട്ട് വന്നു. ഇനി LDF എന്തെല്ലാം പ്രശ്നങ്ങൾ ഇതേപോലെ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് 2021 തെരഞ്ഞെടുപ്പിൽ തുടർഭരണം കിട്ടിയത് മാത്രമല്ല കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുള്ളത്? അപ്പോഴും കോൺഗ്രസ്സുകാർക്ക് തമ്മിൽ വിശ്വാസമില്ലായിരുന്നു, കോൺഗ്രസ്സുകാർ തമ്മിൽ പരസ്പരം മത്സരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നവും അതാണ്. ആരാണ് അടുത്ത 2026 മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ എന്തോ ആവട്ടെ അതാവുക എന്ന ഒരു വലിയ മത്സരത്തിലാണ്. ആ സ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന VD സതീശിനെ ഇപ്പം കിട്ടാതിരിക്കുന്നതിൻ്റെ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. തർക്കം വേറെ യൂത്ത് കോൺഗ്രസ്സിലേക്ക് വരെ വരുന്നു. യൂത്ത് കോൺഗ്രസ്സിലെ പ്രശ്നങ്ങളും കോൺഗ്രസ്സിനകത്തെ പ്രശ്നം KPCCയിൽ ഇപ്പോൾ ഉണ്ടായിട്ട് പകുതി ഭാരവാഹികളെ വെച്ചിട്ടുള്ളൂ, പകുതി പോലുമായി. കാരണം ജനറൽ സെക്രട്ടറിമാർ 58 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി സെക്രട്ടറിമാർ വരാൻ പോവുകയാണ്. അപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആർക്കൊക്കെ കൊടുത്തു എണ്ണം നോക്കിയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതൊക്കെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നമുണ്ട്, തർക്കമുണ്ട്. കോൺഗ്രസ്സുകാരോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്, നിങ്ങൾ ഈ തർക്കമില്ല എന്ന് പറഞ്ഞിട്ട് തർക്കം മൂടി വെച്ചിട്ട് കാര്യമില്ല, അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം വരാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം വേണ്ടല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ. അതിനിടയിൽ ഈ തമ്മിൽ തല്ലുണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ലോക്സഭയിൽ ഇത്ര സീറ്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞങ്ങൾ 18 സീറ്റ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇനി അങ്ങോട്ടേക്ക് ഒന്നും വേണ്ട, ഇത്ര ലക്ഷം വോട്ടർമാർ ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകരോ UDF പ്രവർത്തകരോ അല്ല ഈ ഇത്രയും വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വോട്ട് കിട്ടുന്ന കാര്യം നേരത്തെ അജിംഷാദ് പറഞ്ഞു. ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. മോദി ഭരണം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ കേരളത്തിലുള്ള മതനിരപേക്ഷവാദികളുടെ അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയൊക്കെ താല്പര്യമുണ്ട്. മോദി ഭരണം ഇനി ഉണ്ടാവാനേ പാടില്ല എന്ന് പറഞ്ഞ് ഉള്ളൊരു ധാരണയുണ്ട്, ഒരു ആവേശമുണ്ടായി. അതാണ് വോട്ടാക്കിയതല്ല UDF വോട്ടാക്കി. അതിലും നാം കാണേണ്ടത് ഈ മോഡി ഭരണത്തിന്റെ കൃത്യമായ എതിർപ്പുകൾ. ശരിയാണ്, ശ്രീ സജീവൻ സാർ പറഞ്ഞത് മനസ്സിലായെങ്കിൽ പോലും മോഡി ഭരണത്തിന്റെ കൃത്യമായ ദോഷങ്ങളെ എതിർത്ത് അടരാടിയതാകെ എണ്ണത്തിൽ കുറവാണെങ്കിലും ഇടതുപക്ഷ MP-മാരാണ്. അത് രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും. നോക്കൂ, ഇവിടെ ഏറ്റവും ന്യൂനപക്ഷങ്ങൾ നിർണായകമായ പ്രശ്നങ്ങൾ നേരിടുന്ന വിഷയത്തിലെ ചർച്ച നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ ബിരിയാണി കഴിക്കാൻ വിവാഹ ചടങ്ങിന് പോയവരാണ് UDF ഭാഗത്തുള്ള MP-മാർ എന്നത് കൂടി നാം അടയാളപ്പെടുത്തി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. ശ്രീ M. ജയചന്ദ്രൻ,
ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത, കെ മുരളീധരൻ ഈ വേദിയിലേക്ക് എത്തിയില്ല. ഒടുവിൽ ഇതിനോടുള്ള വലിയ പിണക്കം, വലിയ പരിഭവം, വലിയ വിരോധം കാട്ടി മുതിർന്ന നേതാക്കളൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ദാണ്ട ഒഴിഞ്ഞ കസേരകൾക്ക് മുമ്പിൽ PC വിഷ്ണുനാഥ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലൈവ് ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. നോക്കൂ, PC വിഷ്ണുനാഥിൻ്റെ പ്രസംഗം നടക്കുന്ന വേളയിൽ അവിടെ ഒഴിഞ്ഞ കസേരകളാണ്. ഒഴിഞ്ഞ കസേരകളേ ഉള്ളൂ, 1-2 പേര് മാത്രം ആണ് ആ സദസ്സിലുള്ളത്. വേദിയിലാകട്ടെ നിറഞ്ഞ ആൾക്കാരുണ്ട്, കാരണം വേദിയിൽ നേതാക്കന്മാർ മാത്രമാണല്ലോ. പക്ഷേ സദസ്സിൽ നോക്കൂ, കാണാനോ കാഴ്ചക്കാരായോ കോൺഗ്രസ് പ്രവർത്തകരോ മറ്റ് അഭ്യുദയാകാംക്ഷികളോ ആരുമില്ല, ഒഴിഞ്ഞ കസേരകൾ. അവിടെയാണ് PC വിഷ്ണുനാഥ് സംസാരിക്കുന്നത്. ഇതിലുള്ള ഒരു പുതിയ രാഷ്ട്രീയം കൂടി ഞാൻ അടയാളപ്പെടുത്തുകയാണ്. ശ്രീ M ജയചന്ദ്രൻ, താങ്കൾക്ക് പ്രതികരിക്കാം. കാരണം ഈ KC വേണുഗോപാൽ വൽക്കരണത്തിനെതിരെ വലിയ പ്രതിഷേധം ഉരുണ്ടുകൂടുകയാണ്. കെ മുരളീധരൻ അവിടേക്ക് എത്തുന്നില്ല, വേദിയിലേക്ക്. ജാഥ ക്യാപ്റ്റനായിരുന്നു. VD സതീശൻ അടക്കമുള്ളവർ അവിടുന്ന് പിണങ്ങിപ്പോകുന്നു. ഇതൊക്കെ പ്രതിഫലിക്കുകയാണ്. റജിക്ക് ഇതൊന്നും കാണാനാകുന്നില്ല, പക്ഷേ നമുക്ക് കാണാതിരിക്കാനാകില്ലല്ലോ. അതെ അതെ, അത് അജിംഷാദ് ഇപ്പൊ പറഞ്ഞ ഈ വിഷയം അത് രാഷ്ട്രീയമായി തന്നെ നമ്മൾ വിലയിരുത്തി പോകേണ്ട ഒരു സംവിധാനം തന്നെയാണ്. കാരണം പിന്നെ യാതൊരു തരത്തിലും ഈ ഡിസിപ്ലിൻ, അച്ചടക്കം, സംഘടനാപരമായ അച്ചടക്കം ഒട്ടുമില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് റജി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ജനാധിപത്യ പാർട്ടിയാണ് എന്നുള്ള നിലയിൽ അപ്പൊ എന്തും ആകാം എന്നുള്ളതാണ് അതിന്റെ ഉള്ളടക്കമായിട്ട് കാണേണ്ടത്. പക്ഷെ പ്രശ്നം അതല്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് കേവലം അച്ചടക്കമില്ലാത്ത രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല. കേരളത്തിൽ പ്രതിപക്ഷത്തെ നയിക്കുന്ന, മുന്നണി സംവിധാനത്തിൽ നയിക്കുന്ന ഒന്നാമത്തെ പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ സ്ഥിതി ആഭ്യന്തരമായി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കാണുന്നതുമാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗിലും യൂത്ത് ലീഗിലും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. പിന്നെ മൂന്നാമത്തെ കക്ഷി ഏതാണ്? ജോസഫ് ഗ്രൂപ്പാണ്. അവിടുത്തെ അടിയെക്കുറിച്ച് ഒരുപാട് ആൾക്കാരില്ലെങ്കിലും ഉള്ളവർ തമ്മിൽ നല്ല അടിയാണെന്നുള്ള കാര്യം പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇത് മുന്നണിയുടെ മൊത്തത്തിലുള്ള. മാത്രമല്ല ശ്രീ M ജയചന്ദ്രൻ, നോക്കൂ, ഇവിടെ നോക്കൂ, കൊടിക്കുന്നിൽ സുരേഷാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലൈവ് ദൃശ്യങ്ങൾ പ്രകാരം. അപ്പോൾ അവിടെയും ഒഴിഞ്ഞ കസേരയാണ്. നോക്കൂ, നേതാക്കന്മാരൊക്കെ വേദിയിൽ നിറഞ്ഞിരിക്കുകയാണ്, പക്ഷെ സദസ്സിൽ ഇത് കാണാനോ കേൾക്കാനോ പോലും ആരുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നു. നോക്കൂ, ആ ഘട്ടത്തിലാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ്. അവിടെയാണ് ഇത്തരത്തിൽ അന്വേഷണം അടക്കം എല്ലാ കാര്യങ്ങളും പോവുകയും നിരവധി പ്രതിപട്ടികയിൽ ഉൾപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. അവരെ ചോദ്യം ചെയ്യുന്നു, അവരുടെ വീടുകളിൽ പരിശോധന നടത്തുന്നു. എന്നിട്ടും ഈ വിശ്വാസ സംരക്ഷണം എന്ന രീതിയിൽ ജാഥയും പ്രകടനവും പ്രതിഷേധവും ഒക്കെ നടത്തുകയാണ്. എന്നിട്ട് അതേ യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാജരാകുന്നു വക്കാലത്ത് ഏറ്റെടുത്ത്. എന്നിട്ട് നോക്കൂ, അത് കാണാനോ കേൾക്കാനോ പോലും ആരുമില്ല. ആ നേതാക്കന്മാരുടെ അത്ര പോലും ആൾക്കാർ സദസ്സിലില്ല. എന്നിട്ടും അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ് മുതിർന്ന നേതാക്കന്മാർ. കേരളത്തിന്റെ രാഷ്ട്രീയ ജനാധിപത്യ മണ്ഡലത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ പറയാതെ പോകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് UDF-ന്റെ സ്ഥിതി അതാണെങ്കിൽ മറുഭാഗത്ത് ഭരണമുന്നണിയായ LDF-ൽ മികച്ച കെട്ടുറപ്പോട് കൂടി തന്നെയാണല്ലോ ഭരണം മുമ്പോട്ട് പോകുന്നത്. അവിടെ ഒരസ്വാരസ്യവും സാധാരണഗതിയിൽ ഇപ്പോ ശ്രീ സജീവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ 2011-15 ഉമ്മൻചാണ്ടി സർക്കാരിൽ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങളുടെ ഒരു നഖചിത്രം അദ്ദേഹം വരച്ചു കാട്ടിയല്ലോ. അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉള്ള മുന്നണിയായിട്ട് ഈ മുന്നണിയെ അവതരിപ്പിക്കാൻ, വിമർശിക്കാൻ, ജനസമക്ഷം പറയാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. അതേസമയം പ്രതിപക്ഷത്തെ എപ്പോഴും പറയാനുള്ള കാര്യം അതാണ് റജി ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ശ്രീ M ജയചന്ദ്രനായാലും A സജീവനായാലും ചൂണ്ടിക്കാണിച്ചത് വളരെ നിങ്ങൾക്ക് ഉപദേശമായി എടുക്കാവുന്ന കാര്യങ്ങളും നിങ്ങൾ സ്വയം പരിശോധിക്കപ്പെടേണ്ട പല ഘടകങ്ങളുമുണ്ട്. ഇവിടെ ഈ കാണുന്ന നിങ്ങൾ ഏറ്റവും വലിയ കൊണ്ടുപിടിച്ചുള്ള ഒരു പ്രതിഷേധമായി നടത്തിയ ഈ പരിപാടിയിൽ നിങ്ങളുടെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുമ്പോൾ ഈ കാണുന്ന ഒഴിഞ്ഞ കസേര വെറും ഒഴിഞ്ഞ കസേരകളല്ല, നിങ്ങളുടെ നിലപാടുകളോടുള്ള കൈമലർത്തലാണ് ജനതയുടെ. അതുകൂടി അവിടെ കാണണം, പ്രതിഫലിക്കുന്നുണ്ട്. 2, നിങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർക്ക് ഈ KC വേണുഗോപാൽ വൽക്കരണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമുണ്ട്. കെ മുരളീധരൻ വരാത്തത് കൊണ്ട് ഏറെ നേരം കാത്തിരുന്നിട്ട് VD സതീശൻ ഇറങ്ങിപ്പോകേണ്ടി വന്നു. ചെന്നിത്തല അതിനു മുമ്പേ പോയി. ഇങ്ങനെയൊക്കെയുള്ള വലിയ വൈരുദ്ധ്യം അവിടെ നടക്കുകയാണ്. ഇതൊക്കെ പ്രതിഫലിപ്പിക്കുകയാണ് അവിടെ ശ്രീ B റജി.
ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനാകില്ല, കണ്ണടച്ചിരുട്ടാക്കാനും ആകില്ല. തീർച്ചയായും പരിണതപ്രജ്ഞനായ ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാറും അതുപോലെ സജീവൻ സാറും പോസിറ്റീവായിട്ട് പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ ഏതൊരു കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളും കരുതലോടെ ഉൾക്കൊള്ളേണ്ടതാണ്. ഒരു സംശയവുമില്ല. ഹലോ റജി, അതിനിടയിലൂടെ ഗോൾ അടിക്കേണ്ട. അവർ പോസിറ്റീവായിട്ടൊന്നും അല്ല പറഞ്ഞത്, അവർ നിങ്ങളുടെ നെഗറ്റീവാണ് എടുത്തു പറഞ്ഞത്. ജയചന്ദ്രൻ സാറ് കോൺഗ്രസ് നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സജീവൻ സാറും പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിന്റെ പടലപിടക്കങ്ങൾ ഉണ്ടായിട്ടുള്ള ഘട്ടങ്ങളിൽ തുടർഭരണത്തിനുള്ള സാധ്യത വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചില വീക്ഷണകോണുകളിലൂടെ നോക്കുമ്പോൾ ശരിയാണെന്നും കാണാൻ കഴിയും. പക്ഷേ ചില പ്രമുഖ നേതാക്കൾ അവരുടെ ഒപ്പം നിൽക്കുന്ന ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില ഘട്ടങ്ങളിൽ പാർട്ടി വേദികളിൽ പറയേണ്ട അഭിപ്രായങ്ങൾ പൊതുമധ്യത്തിൽ പറയുകയും തൽഫലമായി രാഷ്ട്രീയ എതിരാളികൾക്ക് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കാനുള്ള അവസരങ്ങൾ സ്വയം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ച കാണുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാകാം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ സമീപിക്കുന്നത്. 1-2 തെരഞ്ഞെടുപ്പുകൾ വരുന്നു. അപ്പൊ ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായി മുന്നോട്ട് പോയാൽ അത് വിജയിക്കുമെന്നുള്ളൊരു തോന്നലുണ്ടാവാം. പക്ഷെ എന്തായാലും ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് സമവാക്യത്തിന്റെ മാറ്റമോ അല്ലെങ്കിൽ എന്താണ് ജയചന്ദ്രൻ സാർ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഒരു സമവാക്യങ്ങളുടെ മാറ്റമോ അതൊക്കെ ആർക്കും രാഷ്ട്രീയ എതിരാളികൾക്ക് അതിനെയൊക്കെ വ്യാഖ്യാനിക്കാൻ ഇവർ വളരെ പ്രധാനപ്പെട്ടതായി കാണുന്ന ഞാൻ ഒറ്റ കാര്യം കൂടെ നേരത്തെ പറഞ്ഞതിനുള്ള ഒരു അഭിഭാഷകരെ വെക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു ചോദ്യം അങ്ങ് ചോദിച്ചതിന് എനിക്ക് ഒരു മറുപടി പറയാനുള്ളത്, PS അച്യുതാനന്ദൻ ഇവിടെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ ഇവിടെ കൊണ്ടുവന്ന് കേസ് വാദിച്ചിട്ടുണ്ട്. അങ്ങ് അത് ദയവായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളല്ല. അത്തരത്തിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കട്ടു എന്ന കേസിൽ പ്രതിയായി കുറ്റാരോപിതനായി 1-ാം പ്രതിയായി നിൽക്കുന്ന ആൾക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഹാജരാകുന്നത് അങ്ങനെ കാണാനാകില്ല. അത് വക്കീൽ വൃത്തിയിൽ ശരിയായിരിക്കാം. പക്ഷേ ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി അതായത് ഈ വിഷയത്തെ അങ്ങനെ കാണാനാകില്ല. അയ്യപ്പന്റെ ഭഗവാന്റെ സ്വർണം കട്ടതിന് ശേഷം പ്രതിയാക്കപ്പെട്ട ഒരാൾക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഇങ്ങനെ പ്രതിഷേധങ്ങൾ നടത്തുന്ന വേളയിൽ ഹാജരാകുന്നത് ശരിയല്ല. വക്കീൽ വൃത്തിയിൽ ശരിയായിരിക്കാം. ഇന്ദിരാഗാന്ധിയുടെ കൊലയാളികൾക്ക് വേണ്ടി നിങ്ങൾ ഹാജരാകുമോ? ഇല്ലല്ലോ. പിന്നെ വലിയ വാചകമൊന്നും പറയല്ലേ. ഞാൻ ശ്രീ എ സജീവൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത നോക്കൂ. വേദിയിൽ ഇരിക്കുന്ന നേതാക്കന്മാരുടെ അത്ര പോലും ആൾക്കാർ കാണാനോ കേൾക്കാനോ സദസ്സിലില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അത് എന്തിൻ്റെ പ്രതിഫലനമാണ്? VD സതീശൻ അടക്കമുള്ളവർക്ക് കെ മുരളീധരൻ എത്താത്തതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോകേണ്ടി വരുന്നു. ചെന്നിത്തല അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതൊരു തരത്തിലെ ബഹിഷ്കരണമല്ലേ? അതെന്തിൻ്റെ പ്രതിഫലനമാണ്? ആ സദസ്സ് തന്നെ ഇന്ന് സിംബോളിക്കാവുകയാണ്. ആ പ്രതിഷേധ പരിപാടി തന്നെ സിംബോളിക്കാവുകയാണ് അല്ലേ ശ്രീ സജീവൻ? തീർച്ചയായിട്ടും ഇങ്ങനൊരു പ്രതിഷേധ പരിപാടി വയ്ക്കുമ്പോൾ അതിൽ ജനക്കൂട്ടമുണ്ട്, ജനങ്ങളുടെ ആവേശമുണ്ട് എന്ന് സ്ഥാപിക്കേണ്ട ചുമതല, അത് തെളിയിക്കേണ്ട ചുമതല ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കാണ്. അവിടെ പ്രവർത്തകരുടെ സാന്നിധ്യം അത് എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നാൽ പോലും ആ സാന്നിധ്യം ഉറപ്പുവരുത്തേണ്ട അവരായിരുന്നു. അങ്ങനെ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. മഴയെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. മഴ പെയ്യുമെന്നൊക്കെ അറിയാവില്ല. കാരണം തുലാമാസമാണ്, മഴ പെയ്യുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാൽ പോലും ആ പരിപാടി മഴയെ വെല്ലുവിളിച്ചുകൊണ്ടും മഴയെ അവഗണിച്ചുകൊണ്ടും അവിടെ എത്രയും ജനക്കൂട്ടം എത്തി എന്ന് ജനങ്ങളെ കാണിക്കണം. കാരണം ഇത് കോൺഗ്രസ് പ്രവർത്തകരെ കാണിച്ചുകൊണ്ട് കാര്യമല്ല, അല്ലാത്ത ആളുകളെ ഞങ്ങളുടെ പ്രതിഷേധം വളരെ ശക്തമാണ് ഒന്ന് കാണിക്കാൻ അവർക്ക് പറ്റുന്നില്ല എങ്കിൽ അത് തെറ്റാണ്. അത് അവർക്ക് ഉണ്ടാകുന്ന ക്ഷീണമാണ്. ഇവിടെ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗം കഴിഞ്ഞ് പോയതിന് ശേഷമുള്ള കുറച്ച് ഒഴിഞ്ഞ കസേരകൾ കാണിച്ചിട്ട് അതായിരുന്നല്ലോ 1-2 ദിവസത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ, കോൺഗ്രസ് നേതാക്കന്മാരുടെ ചർച്ച. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ തന്നെ മനസ്സിലാക്കേണ്ടത് അവർ നടത്തുന്ന ഈ പ്രതിഷേധ റാലി, ഈ വിശ്വാസ സംരക്ഷണ റാലി, ആ വിശ്വാസ സംരക്ഷണ റാലിയിൽ ആളുകളുണ്ടാവുന്ന വിശ്വാസികൾ എത്തുമെന്ന് ഉറപ്പുവരുത്തും. വിശ്വാസികളില്ലെങ്കിൽ വിശ്വാസമില്ലാത്ത കോൺഗ്രസ് പ്രവർത്തകരെ എങ്കിലും അവർ കൊണ്ടുവരേണ്ടതായിരുന്നു.
അത് കൊണ്ടുവന്നില്ല എന്ന് പറയുന്നത് അവരുടെ വീഴ്ച തന്നെയാണ്. തീർച്ചയായും. അവർക്ക് തീർച്ചയായിട്ടും സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്, ചർച്ച വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരൊറ്റ കാര്യം, അതായത് ഈ ജംബോ കമ്മിറ്റി അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ നോക്കുക, നേതാക്കന്മാരിരിക്കുന്ന കസേരകളൊക്കെ നിങ്ങളുടെ പ്രസ്റ്റീജ് പരിപാടിയായ ഒരു പ്രതിഷേധ പരിപാടിയിൽ നേതാക്കന്മാരിരിക്കുന്ന കസേരകളൊക്കെ നിറയുമ്പോൾ അത് കാണാനോ കേൾക്കാനോ പ്രേക്ഷകരായിരിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരായിരിക്കാനോ അല്ലെങ്കിൽ അഭ്യുദയാകാംക്ഷികളായിരിക്കാനോ ഒഴിഞ്ഞ കസേരകളാണ്. അതുപോലെയാണ് KPCCയിൽ ഈ 116 സെക്രട്ടറിമാരും 58 ജനറൽ സെക്രട്ടറിമാരും ഒക്കെയായ ജംബോ കമ്മിറ്റി അവതരിപ്പിക്കുമ്പോൾ അതുതന്നെയായിരിക്കും നാട് നിങ്ങളോട് പ്രതിഫലിപ്പിക്കുന്ന മറ്റ് വികാരങ്ങൾ എന്ന് പറയുന്നത്. അത് കണ്ടാൽ കേട്ടാൽ കോൺഗ്രസ്സിന് നന്ദി. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു.